ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ പോലെയല്ല, പുളിയോ ഉലുവയോ മുളക് മല്ലിയോ ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒന്നാം പാല്, രണ്ടാം പാല്, തേങ്ങയുടേത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെ കണ്ട ഷെഫ് നളൻ്റെ ഒരു റെസിപ്പിയാണ്. അടിപൊളിയാണെന്നറിഞ്ഞപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നന്നായപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ മീനിലേക്ക് കൂടെയുള്ള ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് സോഫ്റ്റായി വന്നപ്പോൾ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നാം പാൽ അവിടെ വെച്ചിട്ട് രണ്ടാം പാൽ മാത്രം പിഴിഞ്ഞൊഴിക്കുകയാണ്. ഞാൻ ശരിക്ക് തേങ്ങ പിഴിഞ്ഞിട്ടൊന്നുമില്ല, ഒന്നാം പാല് മാത്രം പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ. രണ്ടാം പാല് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ഇനി 2 മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറിയെ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് വേവിക്കാനുള്ള മീൻ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുളകും അതിലിട്ട ഉപ്പും തന്നെയാണ് മീനിലേക്കും കൂടെ കണക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ കറിയിൽ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പും മുളക് എരിവൊക്കെ ഉണ്ടായിക്കോട്ടെ. ആ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. മീൻ വന്ന് ലാസ്റ്റ് വരുമ്പോൾ ആണ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. ഒന്നാം പാല് ചേർത്തിട്ട് അധികം വേവിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തുള്ളി വന്നാൽ മതി. അപ്പോൾ കൂടുതലായിട്ട് കറിയൊന്നും വേണ്ട എന്നുള്ളവർക്ക് ആദ്യത്തെ രണ്ടാം പാലിൽ മീൻ വേവിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുറുകിയതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താൽ മതി. വറ്റി വരുന്ന രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് നല്ലത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇത് രണ്ടാമത്തെ ബാച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് 2 ടൈപ്പ് മീൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ടിഫിൻ ബോക്സിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഒരു 4 ദിവസം 5 ദിവസത്തേക്കുള്ളതൊക്കെ താഴെ ഇരിക്കും. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞാനെടുത്ത ഒന്നാമത്തെ മീൻ. ഞാനതൊരു ടിഫിനിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് അയിലയാണ് എടുത്തത്. ഒരു 2 അയില ഉണ്ടായിരുന്നു, 4 പീസാക്കിയിട്ട്. അതും കൂടെ ഞാൻ സ്റ്റോർ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് മുളകും മല്ലിയൊന്നും ഇല്ലാതെ നന്നാവും എന്നൊക്കെ തോന്നും, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു മീൻ ഉണ്ടാക്കിയതിനേക്കാൾ എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഫസ്റ്റ് ആയിട്ട് ഞാൻ പരീക്ഷിച്ചപ്പോഴാണ്. അതിൻ്റെ അവസാനത്തെ കുറച്ച് ബാക്കിയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ലാസ്റ്റ്. ഞങ്ങളുടെ നാട്ടിൽ വെട്ടന എന്നൊക്കെ പറയും ആ ഒരു മീൻ. ഇംഗ്ലീഷിൽ ബാരാക്കുട എന്നാ പറയാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. തേങ്ങ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു പണി മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് തോന്നുള്ളൂ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തേങ്ങ പിഴിഞ്ഞെടുക്കാനൊന്നും നിന്നിട്ടില്ല. തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങ അങ്ങ് ലൂസാക്കിയിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അതിനകത്ത് മീൻ അങ്ങ് വേവിച്ചെടുത്തു. അങ്ങനെയായിരുന്നു ചെയ്തത്. അതായാലും ഇതായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ. പിന്നെ നിങ്ങൾ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കറി ആക്കിയിട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അപ്പത്തിലേക്കോ ചപ്പാത്തിയിലേക്കോ ചോറിലേക്കോ ഒക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാം കേട്ടോ. നമുക്കും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയതിലേക്ക് കറി കൂട്ടി കഴിക്കുമ്പോൾ ഒരു നല്ല രുചി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ലത് മീൻ കറി വെച്ച് കഴിക്കുകയാണല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് പൊരിച്ച് കഴിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും.